ഹലോ, ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു കോവയ്ക്ക ഫ്രൈ ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നല്ല കോവയ്ക്ക എടുക്കാം. ഈ ഒരു കനത്തിൽ കട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കോവയ്ക്ക എടുക്കുമ്പോൾ മൂത്ത കോവയ്ക്ക എടുക്കാതിരിക്കുക, ഇളം കോവയ്ക്ക എടുക്കുക. ഈ കളറിലുള്ള കോവയ്ക്കാണ് കേട്ടോ നല്ലത്. ഈ റെഡ് കളർ വരുമ്പോൾ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഗാർലിക്ക് ക്രഷ് ചെയ്തെടുക്കുക. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. പ്രത്യേകിച്ചൊന്നും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യണമൊന്നുമില്ല. പിന്നെ പാൻ എടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഹൈലൈറ്റ് ചെയ്യണം കേട്ടോ. അത് നല്ല ടേസ്റ്റ് വരുത്തും. പിന്നെ ഗാർലിക് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. പിന്നെ ഗാർലിക്ക് ഇങ്ങനെ നല്ല ഫ്രൈ ആവരുത് കേട്ടോ. പിന്നെ ഉപ്പിടുക, വേപ്പില ഇടുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യാം. പിന്നെ ഇത് മീഡിയം ഫ്ലെയിമിലൊന്ന് ഇട്ട് സോട്ട് ചെയ്തതിന് ശേഷം സിമ്മാക്കി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്യണേ.